ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അധികം സാധനങ്ങളൊന്നും വേണ്ട. നമുക്കിതിൽ പഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നോമ്പ് തുറക്കാൻ നേരത്തെ എന്ത് ജ്യൂസ് ഉണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പീനട്ട് ബട്ടറാണ്. പീനട്ട് ബട്ടർ ചേർത്ത് കൊടുത്താൽ നമ്മളെ ജ്യൂസിന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പീനട്ട് ബട്ടർ ഉള്ളവർക്ക് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഹോർലിക്സ് ബൂസ്റ്റ് എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ തണുത്ത പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കട്ടപ്പാൽ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പീനട്ട് ബട്ടർ ചേർക്കാത്തവർ നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ക്രീമി പരുവായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് പോലും വേണ്ട. നമുക്ക് നോമ്പ് തുറക്കണ 5 മിനിറ്റ് മുൻപ് അടിച്ചെടുത്താലും മതി. പീനട്ട് ബട്ടറൊക്കെ ചേർത്ത കാരണം നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. പിന്നെ ഞാൻ ഈ ജ്യൂസ് അടിച്ചതിൻ്റെ മേലെ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ കൈയായിട്ട് തന്നെ ഇങ്ങനെ പൊടിച്ച പോലെ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് അത് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ബൂസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ പകരമായിട്ട് ഇതിങ്ങനെ ഒന്ന് ചേർത്ത് കൊടുത്ത് നോക്ക്. അപ്പോൾ ബിസ്ക്കറ്റും കൂടി കടിക്കുമ്പോൾ നമുക്ക് ആ ജ്യൂസ് കുടിക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ എല്ലാവരും ഈ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് കമൻ്റ് അറിയിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ജ്യൂസിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒപ്പം ഹൈപ്പും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.